ഏതൊരാളുടെയും ജീവിതത്തിൻ്റെ അവസാന വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അയാളുടെ ജീവിതം മുഴുവൻ സംഗ്രഹിച്ചേക്കാം. ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു നാടോടിക്കുട്ടി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഈ കുട്ടിയെ ഒരു ലോറി വന്ന് ഇടിച്ച് അവൻ ചതഞ്ഞരഞ്ഞ് കിടക്കുകയാണ്. പാതി ജീവനുള്ള ഈ കുട്ടി തനിക്ക് കഴിയുന്ന വിധത്തിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു: ഇനി എൻ്റെ അമ്മയ്ക്ക് ആര് ചോറ് വാരി കൊടുക്കും? വർഷങ്ങളായി തളർന്നു കിടക്കുന്ന അവൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി ഭിക്ഷയാചിച്ച് കിട്ടിയ നാണയത്തൊട്ടുകളുമായി റോഡ് മുറിച്ചു കടന്നതാണ് ഈ കുട്ടി. പിച്ച വെച്ചപ്പോൾ മുതൽ അമ്മയെ ഊട്ടാൻ നടന്നവൻ ഈ ചോദ്യമല്ലാതെ അവസാനമായി എന്ത് ചോദിക്കാൻ? നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നു. തളർന്ന് വീണുപോയ ആ വീരപുരുഷൻ ഇങ്ങനെ നിലവിളിക്കുകയാണ്: ഹേ റാം, ദൈവനിയോഗാർത്ഥം ജീവിതത്തിൻ്റെ കർമ്മങ്ങളെ പൂർത്തിയാക്കിയവന് ജീവിതത്തിൻ്റെ അവസാന വാക്കായി അങ്ങനെ പറയാനേ പറ്റൂ. ഈ അന്ത്യമൊഴികളൊക്കെ മനോഹരമാണ്. എങ്കിലും ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യമൊഴി. കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യത്തെ വാചകം അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ വചനം പാപിക്ക് വേണ്ടിയിട്ടാണ്: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്നവൻ മൊഴിയാണ്. മൂന്നാമത്തെ വചനം വിശുദ്ധർക്ക് വേണ്ടി: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അവൻ ഉരുവിടുന്നു. ദൈവസ്നേഹത്തിൻ്റെ ക്രമം ഇങ്ങനെയാണ്: ആദ്യം ശത്രുവിന്, പിന്നെ പാപിക്ക്, അതിനുശേഷം വിശുദ്ധന്. കർത്താവായ ഈശോ തൻ്റെ മരണശയ്യയിൽ മൊഴിയുന്ന ഈ വാചകങ്ങൾ ഇതുപോലെ ഉരുവിടുവാൻ ഈ ഭൂമിയിലെ വേറൊരാൾക്കും സാധിച്ചിട്ടില്ല. ക്രൂശിതൻ്റെ ആ വാക്കുകളിൽ ജീവിതമുണ്ട്. 33 വർഷം അവൻ ജീവിച്ചത് കാൽവരിയിലെ 3 മണിക്കൂറിൽ അവൻ സംഗ്രഹിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് എങ്ങനെയുള്ളതായിരിക്കും? ജീവിക്കുന്നതേ പറയാൻ പറ്റൂ. നല്ല ജീവിതം ജീവിച്ച് ഇടറാതെ പറയാൻ പറ്റുന്ന ഒരു അവസാന വാചകത്തിനായി നമുക്കും ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ.